വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, അങ്ങനെ എല്ലാം ചെയ്യണം. അത് നിങ്ങൾ ചെയ്യണ്ടാവും എനിക്കറിയാം, പക്ഷെ എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു സംഭവം അല്ല ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ കോമൺ ആയിട്ടൊന്നല്ല, നമ്മുടെ നാട്ടിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഐറ്റം. അതിന്റെ പേര് ബോളി എന്നാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണോ ഇനി തമിഴ്നാട് നിന്നാണോ എന്നറിയില്ല, ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് അത്. അങ്ങനത്തെ മധുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജീവനാണ്. അപ്പൊ പിന്നെ പറയണ്ടല്ലോ. അപ്പൊ എന്നാ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ശരിയാവോ എന്നറിയില്ല, ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എന്നാ നിങ്ങൾക്ക് കൂടി കാണിച്ചു തന്നാലോ വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. അപ്പൊ നമുക്കത് അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് കണ്ടാലോ. വാ. അപ്പൊ ബോളി ഉണ്ടാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വീറ്റ് ആയിട്ടുള്ള പലഹാരമാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ശർക്കര വേണം, പഞ്ചസാര വേണം, പിന്നെ മൈദ വേണം, കുറച്ച് നെയ്യും വേണം, പിന്നെ കടലപ്പരിപ്പും വേണം. കടലപ്പരിപ്പ് പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ വാങ്ങി വെക്കാത്തത് കൊണ്ട് ഞാൻ ഓൺ ദ സ്പോട്ടിൽ പോയിട്ട് കടലപ്പരിപ്പ് വാങ്ങാൻ വേണ്ടി പോയി. പിന്നെ നമ്മൾ പെണ്ണുങ്ങളല്ലേ, എന്തെങ്കിലും ഒരു ഐറ്റംസിൽ പോയാൽ വേറെ 2 ഐറ്റം കൂടി വാങ്ങേണ്ട നമ്മളില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചമുളകും കുറച്ച് ഉള്ളിയും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് കടലപ്പരിപ്പ് വെള്ളത്തിലിടണം. കടലപ്പരിപ്പ് ഒരു 2-3 മണിക്കൂർ കുതിർത്ത് വെക്കണം. ഒരുപാട് തലേ ദിവസം ഒന്നും വെള്ളത്തിലിടരുത്. കടലപ്പരിപ്പ് ഒരു 3 മണിക്കൂറൊക്കെയാണ് കുതിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ കടലപ്പരിപ്പ് നമുക്ക് കുതിർത്താനിടാം. ഈ കടലപ്പരിപ്പ് കൊണ്ട് ഇഷ്ടം വെക്കാം. അപ്പോൾ ഞാൻ കുറച്ച് അധികം വാങ്ങിയിട്ടുണ്ട്. ഇത്ര ആവശ്യമില്ല നമുക്ക് ബോളി ഉണ്ടാക്കാൻ. ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇഷ്ടം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ കടലപ്പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ടു. ഇത്ര കടലപ്പരിപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കടലപ്പരിപ്പ് കൊണ്ട് ഇഷ്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ് അത്രേ. അപ്പോൾ ഞാൻ വേറെ വീഡിയോ ഈ കടലപ്പരിപ്പ് കൊണ്ട് എങ്ങനെ ഇഷ്ടം ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇത് നമുക്ക് പിന്നെ ഒരു ദിവസം ഇഷ്ടം ഉണ്ടാക്കാം. ഞാൻ കഴിച്ചിട്ടുണ്ട് ഇഷ്ടം ഉണ്ടാക്കിയിട്ട്, പക്ഷെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇനി ശർക്കര പൊടിക്കണം. അത്രേ ഉള്ളൂ. ശർക്കര പൊടിക്കണം. മൈദ മാവ് കുഴച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് 1 മണിക്കൂർ തന്നെ വെക്കണം, നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ വേറെ കാര്യം, ഈ ബോളി ഉണ്ടല്ലോ അങ്ങനെ എടുത്ത് കഴിക്കേണ്ടതല്ല. അത് പാൽപ്പായസത്തിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കേണ്ട ഐറ്റാണ്. പാലട പ്രഥമനൊക്കെ ഇല്ലേ, അതിന്റെ ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് പാലട പ്രഥമനും കൂടി ഞാൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് രാവിലെ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിങ്ങനെ എങ്ങനെയാണ് 1 by 1 ആയിട്ട്. അപ്പൊ ഇത് ഉണ്ടാക്കുമ്പോൾ വലിയ എടുക്കാനൊന്നും വേണ്ട. പരിപ്പ് ഓൾറെഡി നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഈ മൈദ 1 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യേണ്ടുള്ളൂ. അപ്പൊ ഇപ്പൊ തന്നെ ഞാൻ കുഴച്ച് റെഡിയാക്കണില്ല. അത് 2-3 മണിക്കൂർ എന്തായാലും പരിപ്പ് കുതിർത്താടണം. പിന്നെ നമ്മൾ ഈ ബോളി എന്ന് പറഞ്ഞ സാധനം അങ്ങനെ കഴിക്കുന്നതല്ല. നമ്മൾ പായസം, പാലും കൊണ്ട് പാൽപ്പായസം ഉണ്ടല്ലോ, പാൽപ്പായസം കൂട്ടി ഒരു പിടുത്തം പിടിക്കാനുള്ളതാണത്. അപ്പൊ ഞാൻ പാൽപ്പായസത്തിന്റെ 1 ലിറ്ററിന്റെ പാലടയുടെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് കൂടി ചേർത്തിട്ടാണ് നമ്മൾ ബോളിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കേണ്ടത്. അറിയുണ്ടാവും, പലർക്കും അറിയാം, പക്ഷെ നമ്മുടെ നാട്ടിൽ അത് അത്ര അറിയില്ല. കാരണം ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാൻ തമിഴ്നാട് നിന്നാണോ ബാംഗ്ലൂരിൽ നിന്നാണോ കഴിച്ചെന്നറിയില്ല, പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ പരിചയം ഉണ്ടെന്നല്ലാണ്ട് നമ്മുടെ നാട്ടിൽ ഞാൻ അങ്ങനത്തെ കണ്ടില്ല. അപ്പൊ ഈ പാൽപ്പായസം വെച്ചിട്ടാണ് അത് കഴിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇനി ശർക്കര ചിരണ്ടിയിടാം. അത്രേ ഉള്ളൂ. ശർക്കര റെഡിയാക്കേണ്ട പണിയുള്ളൂ. നോക്കാം. അപ്പോൾ ബോളി ഉണ്ടാക്കാൻ നമ്മൾ എത്രയാണോ മൈദ എടുക്കുന്നത് വെച്ചാൽ ആ മൈദ മൊത്തം നമ്മൾ ആദ്യം ഒന്ന് അരിച്ചെടുക്കണം. കാരണം ഈ മൈദയിൽ കുഞ്ചാത്തനും പുഴുവും ഒക്കെ പെട്ടെന്ന് വരും. അപ്പോൾ പാക്കറ്റ് ആയാലും ലൂസ് ആയാലും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലോണം ചലിച്ചിട്ട് 1-2 തവണ ചലിച്ചിട്ടാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ 1 കിലോ മൈദ ഞാൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കിലോ ഞാൻ എടുത്തിട്ടില്ല. ഒരു 1/2 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എത്രയാണോ നമുക്ക് ഫാമിലി മെമ്പേഴ്സ് ഉള്ള വെച്ചാൽ അതിനനുസരിച്ചിട്ട് വേണം നമ്മളിത് ഇതിൻ്റെ അളവ് കൂട്ടാനും കുറയ്ക്കാനും. എൻ്റെ മൈദ മുഴുവൻ ചലിച്ച് ഞാൻ പാത്രത്തിനേക്കാൾ കൂടുതൽ പുറത്തേക്കാണ് പോകുന്നത്. അപ്പം അങ്ങനെ മൈദയൊക്കെ ചലിച്ചു. ഇനി നമുക്ക് 1 നുള്ള് മഞ്ഞപ്പൊടി ചേർക്കാം. മഞ്ഞ കളറായിട്ടാണ് ഈ ബോളി ഇരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് വല്ലാണ്ട് ഉപ്പിടരുത്. ആ മധുരം ഉപ്പും കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ മാത്രം ഉള്ള ഉപ്പ് ഇടാൻ പാടുള്ളൂ. എന്നിട്ട് നന്നായി നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കയ്യിലും തവിയും ഒന്നും വെച്ചിട്ട് മിക്സ് ചെയ്യരുത്. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോഴും എന്തിനു മാവ് ചെയ്യുമ്പോഴും നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്യണം. അതാണ് നമ്മുടെ കൈപ്പുണ്യം എന്ന് പറയുന്നത്. അല്ലാണ്ട് സ്പൂൺ ഇട്ടിട്ടോ തവി ഇട്ടിട്ടോ ഒന്നും ഇളക്കാൻ പാടില്ല. നമ്മൾ കൈ കൊണ്ട്, നമ്മൾ കൈ നല്ലോണം വൃത്തിയായിട്ട് കഴുകാണ്ടപ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട്. പിന്നെ ചപ്പാത്തിയുടെ പരുവത്തിലല്ല ഈ മാവ് കുഴച്ചെടുക്കേണ്ടത്. അതിനൊക്കെ ഒന്നും കൂടി ലൂസായിട്ടാണ് നമുക്ക് ഈ മാവ് വേണ്ടത്. ചപ്പാത്തിയുടെ പരുവത്തിന് കുഴച്ചെടുത്താൽ എന്താ അറിയോ, ഭയങ്കര ഹാർഡായിട്ട് വരും നമുക്ക്. അപ്പോൾ നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് വെള്ളം അധികം ചേർക്കണം. വല്ലാണ്ടാവും ചെയ്യരുത്. ഒരു പൊടിക്ക് ചേർക്കണം വെള്ളം. പിന്നെ നമുക്ക് കയ്യിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ അപ്പോൾ കുറച്ച് നെയ്യ് ഉപയോഗിക്കണം. എണ്ണ ഉപയോഗിക്കാനേ പാടില്ല. നെയ്യിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. നമ്മൾ കയ്യിൽ ഒട്ടുമ്പോഴൊന്നും നെയ്യ് അല്ലാണ്ട് എണ്ണയൊന്നും ഉപയോഗിക്കരുത്. വെറും നെയ്യ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. എനിക്കിങ്ങനെ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ മുന്നേ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിൻ്റെ മുന്നേ തന്നെ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അതുകൊണ്ട് ഒരുവിധം എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം അങ്ങനെ ചപ്പാത്തിക്ക് ബോളിക്ക് ഉള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി നമ്മൾ പരിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 2.5 മണിക്കൂർ ഇട്ടപ്പോഴത്തേനെ അത് കറക്റ്റ് കുതിർച്ച വന്നു. 3 മണിക്കൂറെന്നൊക്കെയാണ് പറയുക, പക്ഷേ 3 മണിക്കൂറൊന്നും വേണ്ട. ഒരു 2.5 മണിക്കൂറൊക്കെ കുതിർത്തിയപ്പോഴേക്കും അത് കറക്റ്റ് പാകത്തിൽ വന്നു. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കണം. കാരണം അതിൽ ഇതേപോലെ കുഞ്ചാത്തനൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ലോണം വൃത്തിയായിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് വേണം എടുക്കാൻ. അങ്ങനെ വൃത്തിയായി കഴുകിയതിൻ്റെ ശേഷം നമുക്ക് ഒരു കുക്കറിലേക്ക് ഇടാം. അങ്ങനെ കുക്കറിലേക്ക് ഇട്ടു. ഇനി ആവശ്യത്തിന് ഒത്തിരി വെള്ളം ചേർക്കരുത്. നമ്മൾ കറിക്ക് പരിപ്പൊക്കെ വേവിക്കുന്ന പോലെ ഒത്തിരി വെള്ളം വേണ്ട. കുറച്ച് വെള്ളം വേണ്ടു. അല്ലെങ്കിൽ ഓവർ ആയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം മുഴുവൻ നമ്മൾ വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതവിടെ
വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോളി പരത്തുമ്പോൾ നമുക്ക് ചപ്പാത്തിക്കോല് വെച്ച് പരത്താൻ പറ്റില്ല. അപ്പോൾ ഈ കവർ വെച്ച് 2 കവർ വേണം. ഒരു കവറിൽ ബോൾ വെച്ച് മറ്റേ കവർ കൊണ്ട് പ്രസ് ചെയ്തിട്ട് വേണം ഈ ബോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ ഉള്ള പേപ്പറൊന്നും നമ്മുടെ വീട്ടിലില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ 50 പൈസയുടെ കവർ ഉണ്ടല്ലോ അതൊന്ന് സെറ്റാക്കി എടുക്കുകയാണ്. ഇതായാലും കുഴപ്പമില്ല, ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കവർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനതൊക്കെ 4 പുറം കട്ട് ചെയ്ത് അത് ഉണ്ടാക്കേണ്ട കറക്റ്റ് രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ 2 പേപ്പർ വേണം. അപ്പോഴേക്കും നമ്മൾ കുക്കർ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വിസിൽ വന്നിട്ടുണ്ട്. വിസിൽ വന്ന് ഒരു 3 വിസിലോട് കൂടി ഞാൻ ഓഫാക്കി. 3 വിസിൽ വന്ന് അത് ചൂടാറിയിട്ട് വേണം നമ്മൾ വിസിലെടുക്കാൻ. അപ്പോഴേ ഓടി പോയിട്ട് എടുക്കരുത്. അപ്പോൾ ഇത് ഈ പരുവത്തിൽ പരിപ്പ് വന്നിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ മിക്സിയിലിട്ട് അരച്ച് ശർക്കരയും പഞ്ചസാരയും ഒക്കെ ചേർത്ത് ഈ ശർക്കരയും പഞ്ചസാരയൊക്കെ നല്ലോണം മെൽട്ടായി വരുന്നത് വരെ നമുക്കിത് അടുപ്പത്ത് വെച്ച് ഒരു കുറുക്കിയെടുക്കാം. നന്നായി ഇളക്കണം, അടി പിടിക്കരുത്. അപ്പോൾ അടി പിടിക്കാണ്ട് നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഈ ശർക്കരയും പഞ്ചസാരയും ഒക്കെ മെൽട്ടാവും. ഏകദേശം ഒന്ന് മെൽട്ടായതിൻ്റെ ശേഷം നമുക്കൊരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലതിനാ തവിന്നൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഒട്ടിപ്പിടിക്കൊന്നുമില്ല, കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് മാവൊക്കെ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മറക്കരുത്, 1 മണിക്കൂർ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഉണ്ടാക്കരുത്, 1 മണിക്കൂർ തന്നെ വെക്കണം. അപ്പോഴാണ് നമുക്ക് സ്മൂത്തായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ബോളായിട്ട് അതിൽ പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ പരത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇങ്ങനെ വേണം അത് പരത്തിയെടുക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തെടുത്തത്. കണ്ടോ, ഇങ്ങനെ കൈ വെച്ചിട്ടേ പരത്താൻ പറ്റുള്ളൂ, നമുക്ക് ചപ്പാത്തിക്കോല് വെച്ചിട്ട് പരത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പരിപ്പ് കണ്ടോ ചൂടാറിയപ്പോഴേക്കും നല്ല ബോൾ ആക്കേണ്ട രീതിയിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് പരിപ്പ് അതിൻ്റെ ഉള്ളിൽ വെച്ച് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിൻ്റെ ശേഷം വേറൊരു കവർ വെച്ചിട്ട് പ്രസ് ചെയ്ത് ചപ്പാത്തിൻ്റെ രൂപത്തിലാക്കിയിട്ട് വേണം നമുക്കത് ഉണ്ടാക്കാൻ. അത്ര ഈസി ഒന്നും അല്ലാട്ടോ ഉണ്ടാക്കാൻ, ഭയങ്കര പ്രയാസമുള്ളൊരു സംഭവമാണ് ഈ ബോളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് അപാരം തന്നെ, അടിപൊളി ടേസ്റ്റാണ്. കണ്ടോ, ഇപ്പോൾ ചപ്പാത്തിൻ്റെ പരുവത്തിൽ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ പരിപ്പൊന്നും പുറത്തേക്ക് പോവാത്ത രീതിയിൽ വേണം നമ്മളത് ഉണ്ടാക്കിയെടുക്കാൻ. ഓടിപ്പോയി അമർത്തി ഉണ്ടാക്കരുത്, ഒരു പാകത്തിൽ അമർത്തിയിട്ട് ഇങ്ങനെ ചപ്പാത്തിയുടെ പരുവത്തിൽ ആക്കാനേ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലാണ് ഇങ്ങനത്തെ ഓരോ വിക്കാസുകൾ ഞാൻ പുതിയ ഫുഡ് ഐറ്റംസ് ഒക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കി സക്സസ് ആയ വീഡിയോസാണ് ഞാൻ അതിലിടുന്നത്. കൊളായ വീഡിയോസ് ഒന്നും ഞാൻ അതിലിട്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ അടുത്ത വീട്ടിലേക്കൊക്കെ കൊടുത്തു, അവർക്കൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അടുത്ത്. അപ്പോൾ ഞാൻ അവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവരും ഉണ്ടാക്കട്ടെ അല്ലേ. കണ്ടോ, ചപ്പാത്തിയുടെ പരുവത്തിലായി. ഇനി നമുക്കത് ഒരു ദോശച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഉണ്ടാക്കാം. തിരിച്ചും മറിച്ച് ഇടുമ്പോഴും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണ പിന്നെ സൺഫ്ലവർ ഓയിൽ ഒന്നും യൂസ് ചെയ്യരുത്. നെയ്യ് മാത്രമേ അതിന് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആ എണ്ണയുടെ സ്മെല്ല് നമുക്ക് പറ്റില്ല അതിന്. അപ്പോൾ നെയ്യിൽ തന്നെ ഉണ്ടാക്കണം. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയിടുന്ന പോലെ ഇതിങ്ങനെ ഓരോന്ന് പരത്തി ഉണ്ടാക്കിയിടാനും പറ്റില്ല. ഒന്ന് പരത്ത് അത് ഉണ്ടാക്കുക, പിന്നെ വേറൊന്ന് പരത്ത് അത് ഉണ്ടാക്കുക, അങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പരത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തിനൊക്കെ കുറച്ചും കൂടി വെള്ളം അധികമായിട്ടല്ലേ നമ്മൾ ഇതിലിട്ടുന്നത്. അപ്പോൾ ഒട്ടിപ്പിടിക്കും, നമുക്ക് എടുക്കാൻ കിട്ടില്ല. ഇത്ര പണിയുള്ളൂ, പക്ഷേ ഇത്ര പണിയുള്ളൂ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചധികം പണിയുണ്ട്. പിന്നെ നമുക്കത് ഉണ്ടാക്കുമ്പോൾ ദോശച്ചട്ടിക്ക് ഇടുമ്പോൾ ഇങ്ങനെ ബണ്ണ് പോലെ വരും. കണ്ടോ, ബണ്ണ് പോലെ വന്നത് കണ്ടോ. എന്നിട്ട് അതിലേക്ക് പാൽപ്പായസം ഒഴിച്ചിട്ട് വേണം ബോളി കഴിക്കാൻ. ഞാൻ പാലടയുടെ പ്രഥമൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചയായിട്ട് സ്കൂളൊക്കെ വിട്ടിട്ട് മോൾക്ക് കൊടുത്തു ഞാൻ ഫസ്റ്റ്. ആഹാ, അവൾ പിന്നെ എന്ത് കിട്ടിയാലും ഓക്കെയാണ്. പക്ഷെ അവൾ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, അടിപൊളിയായിട്ടാണ്. നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല. അപ്പോൾ